രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒറ്റപ്പെടുന്നുവോ? കോൺഗ്രസ് തന്നെ പാലക്കാട് എം.എൽ.എക്ക് സംരക്ഷണമൊരുക്കും. രാഹുലിനൊപ്പം പരസ്യമായി എത്തിയ കോൺഗ്രസുകാർക്ക് എതിരെ നടപടിയും വരില്ല. എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാട് മയപ്പെടുത്തി പാലക്കാട് ഡി.സി.സി പ്രസിഡന്റ് എ. തങ്കപ്പൻ രംഗത്ത് വന്നത് കെ.പി.സി.സിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. രാഹുൽ വിഷയം അവസാനിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം എന്നാണ് സൂചന. വിഷയം ആളിക്കത്തിക്കുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതാണ് പാലക്കാട് ഡി.സി.സിയുടെ പുതിയ നിലപാടിന് കാരണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടി മാത്രമാണെന്നും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തേണ്ടതില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണുമ്പോൾ വഴിമാറിപ്പോകേണ്ടതില്ല. അങ്ങനെ ആരും ചെയ്യില്ല. പാലക്കാട്ടെ ജനങ്ങളുടെ കാര്യം നോക്കാനാണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത്. രാഹുൽ വരുന്നില്ലെന്നായിരുന്നല്ലോ പരാതി, ഇപ്പോൾ വന്നല്ലോ, തങ്കപ്പൻ ചോദിച്ചു. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് തന്റെ മണ്ഡലമായ പാലക്കാട്ടേക്ക് എത്തിയത്. വിവാദമുണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ മണ്ഡലത്തിലെത്തിയത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെയെല്ലാം വിളിച്ചറിയിച്ച ശേഷമാണ് രാഹുൽ എത്തിയതെന്നാണ് വിവരം. 38 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെത്തുകയായിരുന്നു. പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മരണവീട്ടിലേക്കാണ് നേരെ പോയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകണമെന്ന് പല നേതാക്കളും അഭിപ്രായപ്പെട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിനോട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ ഒരുപാടുണ്ടായെങ്കിലും ഒരു സ്ത്രീ പോലും പരാതി നൽകിയിട്ടില്ലെന്നും അതിനാൽ രാഹുൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്നാണ് പല നേതാക്കളും പറയുന്നത്. എന്നാൽ ആരോപണങ്ങൾ രാഹുൽ നിഷേധിക്കാത്തതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ തൽക്കാലം ഇതൊന്നും ചർച്ചയാക്കില്ല. രാഹുലിനെതിരായ അന്വേഷണത്തിൽ പോലീസിന് തെളിവൊന്നും കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇത്. ഇനി നിയമസഭയിൽ രാഹുൽ വരണമോ എന്നതിലും കോൺഗ്രസ് ഉടൻ തന്നെ തീരുമാനം എടുക്കും. വാദങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ എം.എൽ.എ. ഓഫീസിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:15-ന് 3 പ്രവർത്തകർക്കൊപ്പം എം.എൽ.എ. ബോർഡ് വയ്ക്കാത്ത സ്വകാര്യ കാറിലാണ് എം.എൽ.എ. എത്തിയത്. സ്ഥലത്ത് 20ഓളം കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത്. തടയുമെന്നറിയിച്ച ബി.ജെ.പി. പ്രവർത്തകരാരും സ്ഥലത്തുണ്ടായിരുന്നില്ല. ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകർ കെട്ടിപ്പിടിച്ചും ഷാൾ അണിയിച്ചും രാഹുലിനെ സ്വീകരിച്ചു. എം.എൽ.എ. ഓഫീസിലെ സ്വന്തം കസേരയിലിരുന്ന ശേഷം 2 പരാതികളും പരിശോധിച്ചു. പ്രവർത്തകരോട് കുശലം ചോദിച്ച ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടു. ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നും എല്ലാം വിശദമായി പിന്നീട് അറിയിക്കാമെന്നും മാധ്യമപ്രവർത്തകരോട് രാഹുൽ പറഞ്ഞു. വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്നും മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു. പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നില്ലെന്നും അത് നടക്കട്ടെയെന്നും രാഹുൽ പ്രതികരിച്ചു. ലൈംഗിക ആരോപണം ഉയർന്നതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്കിടെ 38 ദിവസത്തിന് ശേഷമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത്. രാവിലെ ചില സ്വകാര്യ സന്ദർശനങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് എം.എൽ.എ. ഓഫീസിലേക്ക് എത്തിയത്. രാവിലെ പാലക്കാട് എത്തിയപ്പോൾ വാഹനത്തിൽ എം.എൽ.എ. ബോർഡ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കടുത്ത പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് വാഹനത്തിൽ നിന്ന് നെയിം ബോർഡ് മാറ്റിയിരുന്നു. രാഹുൽ എം.എൽ.എ. ഓഫീസിലെത്തുന്ന സാഹചര്യത്തിൽ രാവിലെ ബി.ജെ.പിയും ഡിവൈഎഫ്ഐയും ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എം.എൽ.എ. ഓഫീസിന് രാവിലെ മുതൽ കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തിയിരുന്നു.